സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായ മേഖല പ്രതിസന്ധിയിൽ. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ മാർച്ച് നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ്. ഏഴാം മാസം വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ്. നാണ്യപ്പെരുപ്പം കണക്കാക്കിയിട്ടാണ് വിലക്കയറ്റം എവിടെയാണ് കൂടുതൽ നോക്കുന്നത്. ജൂണിൽ 6.71% ഉണ്ടായിരുന്ന നാണ്യപ്പെരുപ്പം ജൂലൈയിൽ 8.7%, 2% കൂടി. നാണ്യപ്പെരുപ്പം 2% കൂടുമ്പോൾ 50% മുതൽ 150% വരെയാണ് വിലക്കയറ്റം ഉണ്ടാകുന്നത്. 4 കൊല്ലം മുമ്പ് വെളിച്ചെണ്ണയുടെ വില എത്രയാ? 120 രൂപ. ഇപ്പൊ എത്രയാ? 530. അത് ഈ പോക്ക് പോയ ഈ മാസം തന്നെ 600 പോയി മുട്ടും. പഞ്ചസാരയുടെ വില ഇരട്ടി. സാധാരണ അരിയുടെ വില 10 രൂപ. ബിരിയാണി റൈസിന്റെ വില റോക്കറ്റ് വെലത്തിൽ ഇരട്ടിയായി അല്ലേ? 240. എല്ലാ സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുക. ഹോട്ടലുകളിൽ, റെസ്റ്റോറന്റുകളിൽ വില കൂടുന്നതനുസരിച്ച് വില വർദ്ധിപ്പിക്കാൻ പറ്റുമോ? വലിയ പ്രതിസന്ധിയിലാണ് ഈ ബിസിനസ്. ഇതൊരു വ്യവസായമാണ്, ഒരു ഇൻഡസ്ട്രിയാണ്. സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, അവിടെ 13 ഐറ്റംസ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആയിട്ട് അവിടെ സബ്സിഡി നിരക്കി വിൽക്കും. ഇപ്പൊ അത് മാത്രമേ ഇല്ല. മാവേലി ഷോ ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് ഞാനൊരു ടോള് കണ്ടു. അതായത് ബിവറേജ് കോർപ്പറേഷന്റെ അലമാര നിറച്ച് കുട്ടികളാണ്, ഒരു കുറവില്ല. അതിന്റെ തൊട്ട് താഴെ മാവേലി സ്റ്റോറിന്റെ അലമാര, ഒരു കുന്തമില്ല, ഒന്നുമില്ല. അതെന്തുകൊണ്ടാണ് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ പറ്റാത്തത്? അവിടെ സപ്ലൈ ചെയ്യുന്ന വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. 2500 കോടി സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ട്. എപ്പോ വേണമെങ്കിലും അത് പൂട്ടാവുന്ന സ്ഥിതിയിലാണ്. അപ്പൊ മാവേലി സ്റ്റോറിൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട്, പക്ഷെ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല. അവിടെ അങ്ങനെ വിൽക്കുമ്പോഴാണ് മാർക്കറ്റിൽ 2 തരത്തിലുള്ള വിലക്കയറ്റമുണ്ട്. ഒന്ന് സ്വാഭാവിക വിലക്കയറ്റമുണ്ട്, 2 കൃത്രിമ വിലക്കയറ്റം. ഇപ്പൊ കരിഞ്ചന്ത വർദ്ധിക്കുകയാണ് കേരളത്തിൽ. കാരണം വില കൂടും. വെളിച്ചെണ്ണ കാലിൽ കുത്തിവെക്കുക, കാരണം വില കൂടും. കരിഞ്ചന്ത കേരളത്തിൽ രൂക്ഷമായി വർദ്ധിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഉണ്ടോ? അതാണ് ചോദ്യം. നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്നപ്പോഴാ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഗവൺമെന്റിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ, ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വിലക്കയറ്റം കേരളത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇടപെടാൻ, അതിന് പരിഹാരമുണ്ടാക്കാൻ, മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ ഭക്ഷ്യവകുപ്പിനോ ഈ ഗവൺമെന്റിനോ കഴിഞ്ഞിട്ടില്ല. അന്യായമായ വിലക്കയറ്റവും സർക്കാരിന്റെ അമിതവും അശാസ്ത്രീയവുമായ നികുതി വർധനവും ഉദ്യോഗസ്ഥ പീഡനവുമാണ് സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലെത്തിച്ചിരിക്കുന്നത്. വിശ്രമമില്ലാതെ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ അധികൃതരുടെ നിരന്തര ആക്രോശങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നു. ഹോട്ടൽ മേഖല ഉപജീവനമാക്കിയവർക്ക് മറ്റു തൊഴിലുകളോ വരുമാന മാർഗങ്ങളോ ഇല്ല. അധികാര സ്ഥാപനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രം പ്രവർത്തിക്കുന്ന മേഖല നേരിടുന്ന വെല്ലുവിളികൾ അനവധിയാണ്. നാം ചെയ്യുന്ന തൊഴിൽ സമരം ചെയ്യുവാനോ റോഡിലിറങ്ങുവാനോ ഞങ്ങൾക്ക് സാധിക്കുന്നതല്ല. എന്തായാലും ഈ സാഹചര്യം ഞങ്ങളെ വിഷമത്തിലാക്കിയത് കൊണ്ട് മാത്രമാണ് തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നിങ്ങൾക്കറിയാം, ഓരോ വീട്ടിലും പോറ്റുന്നതിന് വേണ്ടി, ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിൽ പോകുമ്പോൾ എന്താണ് വിലയെന്ന് നമുക്ക് പറയേണ്ടതില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. അതുപോലെ കോർപ്പറേഷന്റെയും ഫുഡ് സേഫ്റ്റിയുടെയും നിരവധി, ഞങ്ങൾ സ്കൂളുകളിൽ പോയി ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ഈ കച്ചവടം ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് മാത്രമേ സമയം തികയൂ. സ്റ്റാഫ് മാനേജ്മെന്റ് മുതൽ പർച്ചേസ് മുതൽ ഇതെല്ലാം ചെയ്താലും ഞങ്ങൾക്ക് 2 സൈഡ് കൂട്ടിച്ചേർക്കുക
കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ തെരുവിലിറങ്ങേണ്ടി വന്നത്. നിത്യോപയോഗ സാധനങ്ങളായ തേങ്ങ, വെളിച്ചെണ്ണ, ബിരിയാണി അരി, പലചരക്ക്, പച്ചക്കറി തുടങ്ങിയ ഹോട്ടലുകളിലെ ഒഴിച്ചുകൂടാനാകാത്ത സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഹോട്ടലുകളിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ വില വർദ്ധിപ്പിക്കാനും ആകില്ല. ഈ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ ദൈനംദിന ചിലവുകൾ പോലും താങ്ങാനാവാതെ ഹോട്ടലുകൾ അടച്ചിടേണ്ട അവസ്ഥ വരും. PCBയുടെ അശാസ്ത്രീയ നിയമങ്ങളും പീഡനവും അവസാനിപ്പിക്കുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നിവയാണ് ഹോട്ടൽ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബി മധുസൂദനൻ നായർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PS സജീവ് കുമാർ, ഭാരവാഹികളായ A മുഹമ്മദ് നിസാം, G സുധീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് തിരുവനന്തപുരം.